ഞായറാഴ്ചയൊക്കെ ആയിട്ട് എന്നതാവുവേ പരിപാടി എന്ന് ചോദിച്ച് വിളിക്കാൻ നേരത്ത് നമ്മൾ കോടഞ്ചേരി അച്ചായന്മാർ ഒറ്റ വാക്ക പറയുള്ളൂ, വാ വീട്ടിലേക്ക് വരാം 2 അടിച്ച് കിളിവാറി ഇരിക്കാന്ന്. ഇതാ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം കോടഞ്ചേരി അച്ചായൻ സാബുജി. അല്ലെങ്കിൽ ഞങ്ങൾ കോടഞ്ചേരിക്കാർക്ക് ആതിഥേയ മര്യാദ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ സ്വന്തം ജിഷ ചേച്ചി 2 കൈ കൊണ്ടൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി തന്ന നല്ല ഉഷാർ ബീഫ്. എൻ്റെ പൊന്നടാവേ, ഇത്രയും ടേസ്റ്റുള്ള ഒരു ബീഫ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഉള്ളതാന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വൈനൊക്കെ, അതാ വീട്ടിലുണ്ടാക്കുന്ന വൈൻ, ആ മണം അടിച്ചാൽ തന്നെ കിളി പറയുമായിരുന്നു. പിന്നെ വേണ്ടേ നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ചിരിക്കാൻ നീനൂസി ഉണ്ട്. ഒന്ന് ചൊറിഞ്ഞു കൊടുത്താൽ വീടിൻ്റെ ആധാരം വരെ കാണിച്ചു തരുന്ന നീനൂസിൻ്റെ രാജപ്പനും. ഇതില്ലേ നമ്മളിങ്ങനെ കമ്പനിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അറിയാത്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ തനി സ്വഭാവം കാണും. ആ വീടിൻ്റെ അകത്തേക്ക് ഒരൊറ്റ ആളെ കാണത്തില്ല, നിധി കാക്കുന്ന ഭൂതം പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ കണ്ട് നമ്മൾ നല്ല തലക്കറി, നല്ല തേങ്ങയൊക്കെ അരച്ച്, നല്ല മീൻകറിയൊക്കെ കഴിച്ചത്, നല്ല കപ്പയൊക്കെ കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ 2 ഫോട്ടോസ് എടുത്തേക്കാന്ന്. കാരണം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോമാണ് ഇവരുടെ. UK 2 ഏക്കർ പ്രോപ്പർട്ടി വാങ്ങി അതിനകത്ത് പണിതേക്കുന്ന ഒരു വില്ലയാണ്. സോ പുറത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല തണുപ്പായിരുന്നു. ഉള്ളിലേക്ക് കയറി അതാണ്ട് നമ്മൾ തീയൊക്കെ കത്തിച്ച് വെച്ച് ആ ഫയറിൻ്റെ ലൈറ്റിൽ എൻ്റെ മുഖം കാണാൻ ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞിട്ട് ടിൻഡോ ചേട്ടൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വന്നു. പിന്നെ അവരുടെ കോടഞ്ചേരിയിലുള്ള പ്രോപ്പർട്ടിയുടെ പുതിയ റിസോർട്ടിൻ്റെ പുതിയ പ്രൊജക്റ്റൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് കണ്ട് കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഇവിടെ വന്നിട്ട് പോകാനേ തോന്നില്ലായിരുന്നു. അതെന്ന് വെച്ചാൽ കോടഞ്ചേരിക്കാരുടെ ഒരു സ്നേഹം അതൊന്ന് വേറെ ലെവൽ തന്നെ. നിങ്ങളൊരു വീട്ടിൽ പോയാലേ നിങ്ങൾക്ക് ആ സ്നേഹം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ സാൻഡി ബാൻഡി.